അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക അവിടെ ഇരിപ്പുണ്ട്. മമ്മൂക്ക ഇതെല്ലാം നോക്കി റിഹേഴ്സലൊക്കെ നോക്കുന്ന സമയത്ത് മമ്മൂക്ക പെട്ടെന്ന് അവിടെ നിന്ന് വയലൻ്റായി. ഇത് വല്ല ഡ്യൂപ്പിനൊക്കെ വെച്ച് ചെയ്തുകൂടെ? അയാൾ ഇങ്ങനെയൊക്കെ പെട്ടെന്നൊക്കെ ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞത് സേഫ്റ്റിക്ക് ഇതല്ലേ. അങ്ങനെ ലാൽ ജോസ് മമ്മൂക്ക അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അപ്പം മമ്മൂക്ക പോലുള്ള ഒരാൾ അവിടെ ഇരുന്നിരുന്ന സമയത്ത് ഇത് കിട്ടിയിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ പിന്നെ അതൊരു വലിയൊരു ബ്ലോച്ചായിട്ട് മാറുമായിരുന്നു. നമുക്കൊരു ദിവസം റൂമിൽ കയറി വന്നിട്ട് അതെന്താണ് കുറേ പേപ്പറും സാധനങ്ങളൊക്കെ, അതേ നമ്മൾ നമുക്കൊരു കഥ എഴുതണം, എന്താണ് സംഭവം എന്ന് വെച്ചു. അങ്ങനെ മമ്മൂക്കൊരു 10 മിനിറ്റ് ഇതിരുന്നിങ്ങനെ കേട്ടു. അത് കേട്ടിട്ട് മമ്മൂക്ക ഇങ്ങനെ സൈലൻ്റായിട്ടിരുന്നത് കേട്ടിട്ട് പിന്നെ നിങ്ങളുടെ ആളുണ്ടല്ലോ അവനെ വെച്ചിട്ടുള്ള പടം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അതിന് മമ്മൂക്ക നിങ്ങളും ലാലൊക്കെ എനിക്ക് ഡേറ്റ് തരുമെന്ന് വെച്ചു. അതങ്ങനെ സംഭവിച്ചു പോയതാണ് കിരിച്ചൊക്കെ. ഞാനത് പുതിയ ആൾക്കാരൊക്കെ വെച്ച് പടം ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അത് പിന്നീട് മോഹൻലാലിലേക്ക് എത്തി ഇങ്ങനൊരു ഹിറ്റായിപ്പോയി. നമസ്കാരം. സിനിമ ഷൂട്ടിൽ പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമ്മളറിയാതെ സംഭവങ്ങൾ നടക്കും. എൻ്റെ ഒരു യൂണിറ്റിൽ എൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞില്ല, നേരത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒറിജിനൽ ഗൺസ് വെച്ച് ഫയർ ചെയ്തിട്ടുണ്ട്, ഒറിജിനൽ ഗണ്ണുകൾ ഫയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഒരു സംഭവം നടന്നിട്ടില്ല. ബിക്കോസ് എനിക്കറിയാം ഒരു ഗണ്ണിൻ്റെ റിയാക്ഷൻ എന്താണ്, ഒരു AK-47 ഫയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ്, ഏത് റേഞ്ചിലാണ് അതിൻ്റെ ഡേഞ്ചർ സോൺ കിടക്കുന്നതൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ആ സൈഡിലൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഒരു ഗ്രനേഡ് പൊട്ടുന്ന സമയത്ത് എന്തുണ്ടാവും. പക്ഷേ മിഷൻ 90 മമ്മൂക്കാൻ്റെ പടത്തിൽ ഒരു അപകടം നടന്നു. അത് നമ്മൾ എത്ര പ്ലാൻ ചെയ്തിരുന്നെങ്കിലും ഇതിൽ അപകടം പറ്റുമെന്നുള്ളത് പറയുന്നതിൻ്റെ അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇവിടെ പറയുന്നത്. ഞങ്ങൾ ഷൂട്ട് ചെയ്തപ്പോൾ കോയമ്പത്തൂർ നടന്നിട്ടുള്ളൊരു ഇൻസിഡൻ്റാണ്. ഒരു LTD-കാരൻ, ഞങ്ങൾ ആക്ച്വലി ഞാനും എൻ്റെ ടീമും കൂടെ കോയമ്പത്തൂർ പോയ സമയത്ത് അവിടെ അവൻ എന്ത് ചെയ്തിരിക്കുന്നു, പോലീസ് അതിന് മുന്നേ തന്നെ പോയിട്ട് സർപ്രൈസ് പരിപാടിയൊക്കെ പോയി കഴിയുന്നു. അപ്പം ഞങ്ങൾ അവിടെ എത്തിയിട്ട് കവർ ചെയ്തപ്പോഴത്തേക്കും ഇവൻ അകത്ത് നിന്നിട്ട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി, അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ബ്ലാസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഇൻസിഡൻറ്റിൻ്റെയാണ് നമ്മളിവിടെ ഷൂട്ട് ചെയ്യുന്നത്. അത് എൻ്റെ അനിയൻ മറ്റേ കണ്ണമ്പട്ടാമ്പിയനാണ് അഭിനയിച്ചിരുന്നത്, ആ മിലിറ്റൻ്റായിട്ട്. അതിലാണ് ആ മിലിറ്റൻ്റ് ഇപ്പം മരിക്കാൻ തീരുമാനിച്ചതിന് ശേഷം, അതൊക്കെ എൻ്റെ ഒരു വിഷ്വലൈസേഷനാണ്, അവൻ്റെ ഒരു അനിയനുണ്ട് കൂടെ. അപ്പം മരിച്ചു പോകുന്ന സമയത്ത് ഈ അനിയനെ വിളിച്ചുകൊണ്ട് ഫീഡ് ചെയ്യുന്നൊരു സീക്വൻസ് ഉണ്ട് അതിനകത്ത്. ഫീഡ് ചെയ്ത് അനിയനെ ഊട്ടുന്ന സമയത്ത് പറയാം, നിനക്ക് ரொம்ப പിടിച്ച സാമ്പാറിടാ സാപ്പിട് എല്ലാം പറഞ്ഞ് അവനെ ചാപ്പാടെല്ലാം കൊടുത്ത് കണ്ണീരോട് കൂടിയിട്ടാണ് യവന്മാർ രണ്ടും കൂടെ തീരുമാനിക്കുന്നത്. അങ്ങനെ അവസാനം എന്തും കഴിഞ്ഞിട്ട് പിന്നീട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന നോട്ടുകെട്ടുകൾ മുഴുവൻ കത്തിച്ചിട്ട് പുറത്തേക്കിടും പോലീസുകാരെ കാണിച്ചുകൊണ്ട്. അത് സിനിമയിലുള്ള ഷോട്ടിലുള്ളതാണത്. പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ പറയും, നിങ്ങളെ കൊണ്ട് എന്നെ പിടിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ട് ഗ്രനേഡ് എടുത്തിട്ട് ഗ്യാസ് സിലിണ്ടറിൻ്റെ മുകളിൽ വെച്ചിട്ട് അതങ്ങ് ബ്ലാസ്റ്റ് ആവുന്നതാണ്. അപ്പോൾ ഈ ബ്ലാസ്റ്റ് ആവുന്ന സമയത്ത് പുറത്തുനിന്ന് നമ്മൾക്ക് അതിൻ്റെ 4 വശത്തും തീ വരണം. ദാറ്റ്സ് ഓൾ. ഇതാണ് നമ്മൾ ചിത്രീകരിക്കാൻ പോകുന്നത്. അപ്പം അന്ന് ഞാനും തെരുവും കൂടെ ഓടി ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. ഇവിടെ തൈക്കുടം ബ്രിഡ്ജിൻ്റെ അടുത്ത് ഒരു സ്ഥലത്തായിരുന്നു, ഒരു വീട്ടിൽ. അവർ ആ വീട് ഡെമോളിഷ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ അതിനകത്ത് നമ്മൾ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു തെങ്ങും തോപ്പും ഇതെല്ലാം ഉണ്ട് ടൗണിനടുത്ത്, ബൈപ്പാസിൻ്റെ അടുത്ത്. അങ്ങനെ ആ വീട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി അപ്പം ഞാൻ പറഞ്ഞു, ഈ ബ്ലാസ്റ്റിൻ്റെ ആളുകളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, മോനെ 2, 2, 2, 4, 6 ലിറ്റർ മതി എന്ന് പറഞ്ഞു. 6 ലിറ്റർ പെട്രോൾ ബോംബ്. അത് പെട്രോൾ ബോംബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചട്ടിയിൽ വെച്ചിട്ട് ഡെറ്റോണർ വെച്ചിട്ട് അതങ്ങ് ബ്ലാസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീടിന് അത് മതി എന്നുള്ളതാണ് എൻ്റെ കാൽക്കുലേഷൻ. 4 വശത്തും തീ വരുന്നു. അപ്പോൾ ശ്യാം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് അവിടെ നിൽക്കുന്നുണ്ട് എഡ്ജിൽ. അപ്പോൾ ഇത് ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ ശ്യാം ചാടണം ഇങ്ങോട്ട്, താഴത്തേക്കുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 6 ലിറ്റർ പെട്രോൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എത്ര ഉണ്ടാവും എന്നുള്ളത് എനിക്കറിയാം, എത്ര ഫാസ്റ്റായിരിക്കും എന്നുള്ളത്. അപ്പോഴത്തേക്കും ശ്യാമിന് ചാടിയിട്ട് താഴത്തേക്ക് ഇറങ്ങാം, പിറകിൽ ഈ ബ്ലാസ്റ്റ് ഉണ്ടാവും. ഇത് നമ്മൾ ഈ സ്പീഡായിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചവനടുത്ത്, എത്രടാ പെട്രോൾ വെച്ചിരിക്കുന്നത്? സാർ 6 ലിറ്റർ സാർ. നിജമാ? ആമാ സാർ. ഓക്കെ. അങ്ങനെ സന്ധ്യാവാൻ പോവാണ്, ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഇത് ബ്ലാസ്റ്റ് ചെയ്യും വേണം. അങ്ങനെ ഒരു ക്യാമറ ഈ സൈഡിൽ വെച്ചു, ഇത് ബിൽഡിങ്ങാണ്, ഒരു ക്യാമറ ഇവിടെയുണ്ട്,
ഒന്ന് പിറകിൽ നമ്മളൊരു വൈറ്റ് ഷോട്ടും വെച്ചു. അപ്പോൾ ഈ ചാടുന്നതും ഇതെല്ലാം കൂടെ ആയിട്ട് ഒരു ടൈറ്റ് ബ്ലോക്കിലാണ് ഇത് വെച്ചിരിക്കുന്നത്. തിരുവിൻ്റെ പിറകിൽ ഞാനും നിൽക്കുന്നുണ്ട്, എൻ്റെ പിറകിൽ വേറൊരു ക്യാമറയുണ്ട്. അങ്ങനെ ബ്ലാസ്റ്റ്, ഈ ബ്ലാസ്റ്റ് അങ്ങ് അടിച്ച് ശ്യാം അവിടെ നിന്ന് ഓക്കെ ആക്ഷനിൽ എന്തൊക്കെ നടക്കുന്നു, ഇവർ ബ്ലാസ്റ്റ് ചെയ്യണം, ശ്യാം ചാടണം, ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് നടക്കേണ്ടത്. ശ്യാം ചാടുമ്പോഴത്തേക്കും ഈ ബ്ലാസ്റ്റിൻ്റെ ഇമ്പാക്റ്റ് 6 ലിറ്ററിൻ്റെ ഒന്നല്ല, ഇതുകൊണ്ട് വന്ന് ഈ ഫയർ ഫുള്ളായിട്ട് ശ്യാമിൻ്റെ മേലെ കൂടെയാണ് ഈ ഫയർ പോയിരിക്കുന്നത്. കംപ്ലീറ്റ് ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലെ കൈയിൻ്റെ അവിടെ എല്ലാം ബേണായി. പിന്നീട് നമ്മൾ കാണും അപ്പോഴത്തേക്കും ഞാനും തിരും കൂടെ അങ്ങ് മറിഞ്ഞടിച്ചങ്ങ് വീണു. ബ്ലാസ്റ്റ് ഇതുവരേക്ക് എത്തിയിരിക്കുന്നു, തീ ഒരിക്കലും കണക്കൂട്ടാൻ പറ്റാത്തത്. ഞങ്ങൾ മറിഞ്ഞടിച്ച് വീണു. പിന്നെ ഒരു വിധം എന്തായി, ആർക്കൊക്കെ എന്താ, ശ്യാമിന് പറ്റിയിട്ടുണ്ട്, ബാക്കി എന്തായി, ബാക്കി ആർക്കും ഒന്നുമില്ല സർ, ഓക്കെ ഇതാണ്. പിന്നെ ഞാൻ നോക്കുകയാണ് ആരടാ ബ്ലാസ്റ്റുകാരെന്ന്, ആളെ കാണുന്നില്ല. വേഗം തൊട്ടടുത്ത വീട്ടിൽ പോയി കുറേ പേസ്റ്റെല്ലാം വാങ്ങിച്ച് ശ്യാമിൻ്റെ കയ്യിലൊക്കെ തേച്ച് കൊടുത്ത് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവിട്ടു. CMC മറ്റായിരുന്നു CMC അവിടെ കൊണ്ടുവിട്ടു. പിന്നെ ഞാൻ നോക്കുന്നത് ഈ ആളെവിടെ പോയി എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഇതിൻ്റെ ഇൻചാർജിനെ കൈ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആ ദേഷ്യത്തിന്, കാരണം ഇതെല്ലാം കണ്ടു നടക്കുമ്പോൾ ദേഷ്യത്തിന് നമ്മൾ എന്തെങ്കിലും ചെയ്തിരുന്നു, കുരുത്തത്തിന് അവൻ അവിടുന്ന് ഓടിപ്പോയി. അപ്പോൾ ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു, സാർ ഒരാൾ ആ ഹൈവേ കൂടെ അങ്ങനെ ഓടുന്നുണ്ട്, എങ്ങോട്ടാന്നുള്ള അവനെ തന്നെ അറിയുന്നില്ല, അങ്ങനെ ഓടുന്നുണ്ടെന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഒരു ലുങ്കിയും കള്ളി ഷർട്ടുമാണ് അതേന്ന്. അപ്പം എനിക്ക് കാര്യം പിടിയിട്ട് വേലു തന്നെയാണെന്നുള്ളത്. അവൻ പോയി. 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ മനുഷ്യൻ എൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുന്നത്. അപ്പോൾ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, സർ ഷോട്ടിൻ്റെ ഇമ്പാക്റ്റ് കുറച്ചുകൂടെ നന്നാവാൻ വേണ്ടിയിട്ട് ഞാൻ 20 ലിറ്റർ പെട്രോൾ വെച്ചു സാർ. ഞാനിവൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞ്, നീ ഇപ്പം ഇന്ന് വന്നതെന്ന് എനിക്ക് നല്ലതായടാ. ഞാൻ വിളിച്ചാൽ നീ അന്ന് എൻ്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ സത്യമായിട്ടും, കാരണം ആ ശ്യാമിൻ്റെ കൈ, അവനൊരു ആസ്പയറിങ് ആർട്ടിസ്റ്റാണ്, അവൻ്റെ കൈ ഈ രീതിയിൽ പൊള്ളിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത് നീ ചെയ്ത മണ്ടത്തരല്ലേ എന്ന് വെച്ചു. ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞില്ല 6 ലിറ്റർ എന്നുള്ളത്, ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടില്ല, ഒന്ന് നമ്പിതാണ് ശരി ചെക്ക് ചെയ്യേണ്ടെന്ന് പറഞ്ഞത്. ഞാൻ അകത്ത് പോയി നോക്കിയില്ല, ലൈറ്റ് പോകുന്നു, ഇതെല്ലാം കൂടെ അങ്ങോട്ട് ആയപ്പം സംഭവിച്ചു പോയി. സോ പലപ്പോഴും പിന്നെ അപ്പം എന്താ വെച്ചാൽ ഈ ബ്ലാസ്റ്റിന് മുമ്പ് മമ്മൂക്ക് പറഞ്ഞു, മമ്മൂക്കയ്ക്ക് എന്താണെന്നറിയില്ല, മമ്മൂക്കയ്ക്ക് അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പറഞ്ഞു ഞാൻ പോട്ടെ മേജറാന്ന്. ഞാൻ പറഞ്ഞു മമ്മൂക്ക പൊയ്ക്കോന്ന്. നല്ല വേല അന്ന് മമ്മൂക്ക അവിടെ നിന്ന് പോയത്, അല്ലെങ്കിൽ അവിടെ എവിടെയെങ്കിലും മമ്മൂക്ക ഇരിക്കുന്നുണ്ടായിരിക്കും. ഈ സമയത്ത് ഈ ഷോർട്ട് അടക്കല്ലേ, ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് മമ്മൂക്കയ്ക്ക് എന്തെങ്കിലും പറ്റുമായിരുന്നു. സോ ഒരു ചെറിയൊരു സംഭവം നമ്മൾ പറഞ്ഞത് മറ്റാൾ നമ്മൾ വിശ്വസിക്കും ഷൂട്ടിൽ, അത്ര തന്നെയല്ലേ. പക്ഷെ അവനെന്താ ചെയ്യുന്നു, ഷോട്ട് ഗംഭീരമാവട്ടെ എന്ന് പറഞ്ഞിട്ട് മൂപ്പരുടെ സൈഡിൽ നിന്ന് ഇതിനെ പൊലിപ്പിക്കാൻ വേണ്ടി നോക്കും. ഈ പൊലിപ്പിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് പലതും കൈവിട്ടു പോകുന്നത്. ഇങ്ങനെയുള്ള അപകടങ്ങൾ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ യൂണിറ്റിൽ ഇതുപോലൊരു സംഭവം, അത് കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ പോയി നോക്കുന്ന സമയത്ത് ഇവൻ്റെ കയ്യിൻ്റെ ഈ തൊലി മുഴുവൻ ഉരുകിപ്പോയിരിക്കുന്നു. ഇപ്പോഴും ശ്യാമിൻ്റെ കയ്യിൽ അങ്ങനെയുള്ളൊരു ഗട്ട് ബ്ലോക്ക് അവിടെ കിടപ്പുണ്ട്. അത് നേരെ വിളിച്ച് നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പം മമ്മൂക്കെ പോലുള്ള ഒരാൾ അവിടെ ഇരുന്നിരുന്ന സമയത്ത് ഇത് കിട്ടിയിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ പിന്നെ അതൊരു വലിയൊരു ബ്ലോച്ചായിട്ട് മാറുമായിരുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കാത്ത അപകടങ്ങൾ പലതും സംഭവിക്കാറുണ്ട്. എന്തിനു പറയുന്നു, ഒരു തെർമോക്കോളിൻ്റെ കുറ്റി അടിച്ചിട്ട് ഒരാൾ മരിച്ചു പോയിട്ടുള്ള സീക്വൻസ് ഉണ്ട് ഒരു വാട്ടർഫോളിൻ്റെ അവിടെ വെച്ചിട്ട്. തെർമോക്കോളിൻ്റെ വെയിറ്റ് എന്താ ഉള്ളത്, അത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അത് കന്യാകുമാരി സൈഡിൽ എവിടെയോ ഷൂട്ട് ചെയ്യുമ്പോൾ പറ്റിയതാണത്. തോ സിനിമ എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. നിങ്ങൾ ഈ കാണുന്ന സമയത്ത് ചിലത് കൈയടിക്കും, ചിലത് എന്തുണ്ടെങ്കിലും ഇറങ്ങി പോരുന്ന സമയത്ത് എന്ത് സിനിമ. പക്ഷെ അതിൻ്റെ പിറകിൽ വലിയൊരു ഹാർഡ് വർക്കുണ്ട്, അതിനകത്ത് വലിയൊരു റിസ്ക് ഫാക്ടർ അതിനകത്തുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മളിതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച് ഇതുപോലുള്ള സംഭാഷണങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും ഇറ്റ്സ് നോട്ട് ഓൾ ദാറ്റ് ഈസി. അപ്പോൾ അവരെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഇവിടെ ഇപ്പോൾ കുറേണ്ണത്തിനെ കാണാം വന്നിട്ട്, അത് ഫസ്റ്റ് ഹാഫ് ഓക്കെ സെക്കൻഡ് ഹാഫ് ഓക്കെ അല്ല എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇതൊക്കെ പറയുന്ന ആളുകളൊന്ന് ചിന്തിക്കണം. ഓരോ വ്യക്തികളും, ഈ 100 ചില്ലാനം ആളുകൾ അവിടെ വർക്ക് ചെയ്യുന്നവർ ഓരോരുത്തരും എടുക്കുന്ന റിസ്ക് എന്താണെന്നുള്ളത്. അതിൽ ചായ തരുന്നവനാണെങ്കിലും ശരി, പണ്ടൊക്കെ എന്ന് വെച്ചാൽ 3 മണിക്ക് എഴുന്നേറ്റിട്ട് ഇവൻ കിടന്നുറങ്ങുന്നത് 12 മണിക്കായിരിക്കും. ഇവരുടെ എല്ലാം വിഷമങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കാത്ത പലതും സംഭവിക്കും. അതിൽ നിന്നൊക്കെ എവിടേക്കോ ആരുടെക്കോ പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരു ടീമാണ് ഈ സിനിമ ടീം എന്ന് പറയുന്നത്. അവരുടെ ഒരു കൂട്ടായ്മ എങ്ങനെയാണ്, എത്രയോ ആളുകൾ വരുന്നു, അകാലങ്ങളിൽ പൊലിഞ്ഞു പോകുന്നു,
ഒരു ആദരാഞ്ജലികൾ മാത്രം ഗ്രൂപ്പിലിട്ടുകൊണ്ട് മറഞ്ഞു പോകുന്ന എത്രയോ ആളുകളുണ്ട്. അവർക്കെല്ലാം വേണ്ടിയായിരിക്കട്ടെ ഈ ഒരു എപ്പിസോഡ്. പട്ടാളം എന്നുള്ളൊരു സിനിമ, ഇത് എങ്ങനെ ഞാൻ അതിനകത്ത് ഇൻവോൾവ് ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലാൽ ജോസും ഞാനായിട്ട് നല്ല കൂട്ടായിരുന്നു. അപ്പോൾ പട്ടാളത്തിൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ കഥയൊക്കെ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, കുറച്ചൊരു ഓടായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ലാലു. അല്ല, ഞാനൊരു കോമഡി ട്രാക്കിൽ, അപ്പം മീശമാധവൻ കഴിഞ്ഞിട്ട് ചെയ്യുന്ന പടമാണത് പട്ടാളം. അപ്പോൾ അതിന് മുമ്പ് ദിലീപിൻ്റെ ഒരു പടം ലാലു ചെയ്തിരുന്നു. ഈ സമയത്തൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷനൊക്കെ ഞാൻ കൂടെ ഉണ്ടാവും മദ്രാസിൽ വന്നു കഴിഞ്ഞാൽ. പലപ്പോഴും പെട്ടിയും കൊണ്ടിട്ട് ഞാനും ലാലും കൂടിയിട്ടാണ് വണ്ടിയൊക്കെ ഓടിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നത് ട്രിവാൻഡ്രത്തേക്ക്. അന്ന് പെട്ടിയാണല്ലോ. പട്ടാളത്തിൻ്റെ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു റോളുണ്ട്, അതുപോലെ തന്നെ പട്ടാളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം, യൂണിഫോം, മമ്മൂക്കാൻ്റെ ക്യാരക്ടർ, മറ്റുള്ളവരുടെ ആക്ഷൻ സീക്വൻസ്, ഇതെല്ലാം. അങ്ങനെയാണ് ഞാൻ ആ പടത്തിനകത്ത് ഇൻവോൾവ് ആവുന്നത്. അങ്ങനെ ആ സിനിമയ്ക്കകത്ത് മമ്മൂക്ക ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എന്നെ കാല് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ആംബുഷ് ചെയ്യുന്നൊരു സീക്വൻസ് ഉണ്ട് അതിനകത്ത്. അതിങ്ങനെ പോകുന്ന കാട്ടിൽ നടക്കുന്നു, ഞാൻ, ഇന്ദ്രജിത്ത്, ഗ്യാങ്. അപ്പോൾ ആ സിനിമയ്ക്കകത്ത് ഇന്ദ്രജിത്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ഇന്ദ്രജിത്തിന് വയലൻ്റ് ആവാനും ആ വില്ലേജിൽ കയറിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഉള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ എന്നെ കൊല്ലുന്നത് കാരണം. ഞാനും ഇന്ദ്രനും അത്രയും നല്ല ക്ലോസ് ഫ്രണ്ട്സാണ് പട്ടാളം സിനിമയ്ക്കകത്തുള്ള ക്യാരക്ടേഴ്സിൽ. അപ്പം എന്നെ കൊന്നു എന്നുള്ളതിൻ്റെ പേരിലാണ് ഇന്ദ്രൻ വയലൻ്റ് ആവുന്നത്. അങ്ങനെയാണ് ആ വില്ലേജ് മുഴുവൻ അടിച്ചു തകർക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്, ഒരു വയലൻ്റായിട്ട്. പിന്നെ അവിടെ റൂൾസും റെഗുലേഷൻസൊന്നും നോക്കാതെ പട്ടാളം കയറി മെയ്യാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ എന്നെ ആംബുഷ് ചെയ്ത് കഴുത്ത് വെട്ടി കൊന്നു എന്നുള്ളത്. ആ ഒരു സീക്വൻസിൽ അതിൽ നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് കാലിൻ്റെ മുകളിൽ കയറ്, നിലത്ത് കിടക്കുന്ന കയറിൽ പെട്ടെന്ന് കാലിലങ്ങ് വലിച്ച് മുകളിലോട്ട് തല കിഴക്കാതൊക്കെ അങ്ങ് പൊക്കി ഒരുത്തൻ തൂങ്ങിക്കിടന്നു നിന്ന് ഒരുത്തൻ ഇങ്ങനെ കയറിൽ സ്വിങ് ചെയ്ത് വന്ന് എൻ്റെ കഴുത്ത് വെട്ടുന്ന സീക്വൻസ് ആയിരുന്നു. അത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മമ്മൂക്ക അവിടെ ഇരിപ്പുണ്ട്. മമ്മൂക്ക ഇതെല്ലാം നോക്കി റിഹേഴ്സലൊക്കെ നോക്കുന്ന സമയത്ത് മമ്മൂക്ക പെട്ടെന്ന് അവിടെ നിന്ന് വയലൻ്റായി. ഇത് വല്ല ഡ്യൂപ്പിനൊക്കെ വെച്ച് ചെയ്തുകൂടെ, അയാളെങ്ങനെയൊക്കെ പെട്ടെന്നൊക്കെ ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ സേഫ്റ്റിക്ക് ഇതല്ലേ. അങ്ങനെ ലാൽ ജോസ് മമ്മൂക്ക അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ട്. അപ്പം മമ്മൂക്ക പറഞ്ഞ് ചെയ്യുന്നതൊക്കെ ഓക്കെ, അതാ പോകുന്ന പോക്കണ്ട, എന്തെങ്കിലും നട്ടലിന് പറ്റിയാലോ. ശരിയാണ്, ശരിക്കതിൽ അത്രയും ബോഡി വഴക്കമില്ലാത്ത ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നട്ടലിനൊരു പിടി വീഴുന്നത്. കാരണം ഇങ്ങനെ നിൽക്കുന്ന ആളിനെ പെട്ടെന്ന് അങ്ങോട്ട് തിരിച്ച് തലകഴുക്കാൻ തൂക്കാക്കുകയാണ് ഈ കയറിൻ്റെ ഫോഴ്സിൽ, മൊമെൻറ്റത്തിൽ. സോ ഐ കുഡ് സീ ദറ്റ് കൺസേൺ ഓഫ് മമ്മൂക്ക. അത് കഴിഞ്ഞിട്ട് ആ ഷോട്ടും ഇതെല്ലാം ഗംഭീരമായിട്ട് ഷൂട്ട് ചെയ്തു, ആക്ഷനും എല്ലാം കഴിഞ്ഞ് പിന്നെ ആ സിനിമ ത്രൂ ഔട്ട് എല്ലായിടത്തും എവിടെയൊക്കെ പട്ടാളത്തിൻ്റെ സീക്വൻസ് ഉണ്ടോ അതിനകത്തൊക്കെ ഞാൻ കൂടെ നിന്നിട്ട് ലാലുവിനെ ഹെൽപ്പ് ചെയ്ത്. സുബേറിൻ്റെ ഫ്രണ്ടായിരുന്നു, സുബേറായിരുന്നു എൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ ഇത് പടം റിലീസാവുന്ന സമയത്ത് ഈ സമയത്തും ഞാൻ ലാലുവിൻ്റെ കൂടെ ഉണ്ട്. പക്ഷേ അപ്പോഴത്തേക്കും ഞാൻ എൻ്റെ കീർത്തിചക്രയുടെ പ്ലാനിങ് ഏകദേശം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞാൻ മറയൂരിൽ ഇരുന്ന് എഴുതുന്ന സമയത്ത് കീർത്തിചക്ര എഴുതുന്നുണ്ട്. അപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റ് അവിടെ ഉണ്ട്. ഒരു ദിവസം മമ്മൂക്ക് ഞാൻ ഒരു ഹോട്ടലിലായിരുന്നു താമസിച്ചിരുന്നത്, ചെറിയൊരു ഹോട്ടൽ, 4-5 റൂമുള്ള നല്ലൊരു റിസോർട്ട് പോലുള്ള. മമ്മൂക്ക് ഒരു ദിവസം റൂമിൽ കയറി വന്നിട്ട് അതെന്താണ് കുറേ പേപ്പറും സാധനങ്ങളൊക്കെ. അദ്ദേഹം പറഞ്ഞു നമുക്കൊരു കഥ എഴുതണം. ഓ, നിങ്ങൾ കഥ എഴുതണം, എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അങ്ങനെ മമ്മൂക്കൊരു 10 മിനിറ്റ് ഇതിരുന്ന് ഇങ്ങനെ കേട്ടു ഈ 1 ലൈൻ കീർത്തിചക്രയുടെ. അപ്പോൾ അത് കേട്ടിട്ട് മമ്മൂക്ക് ഇങ്ങനെ സൈലൻ്റായിട്ടിരുന്നത് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് വെച്ചു, പിന്നെ നിങ്ങളുടെ ആളുണ്ടല്ലോ, അവനെ വെച്ചിട്ടുള്ള പടം ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാനെടുത്ത് വായിക്കും മമ്മൂക്കൻ്റെ അടുത്ത്. അതിന് മമ്മൂക്ക നിങ്ങളും ലാലൊക്കെ എനിക്ക് ഡേറ്റ് തരുമെന്ന് വെച്ചു. കാരണം എൻ്റെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെപ്പോലുള്ള വലിയ വലിയ നടന്മാരുടെ അടുത്തേക്കൊന്നും പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് ഞാനെന്നുള്ളത് അന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. അന്ന് ഞാൻ വിചാരിച്ചത് ഒരു പുതിയ ആൾക്കാരെയൊക്കെ വെച്ചിട്ട് പടം ചെയ്യാം എന്നുള്ളതാണ്. കാരണം ഇവരെന്നെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ മമ്മൂക്ക ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതിന് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എനിക്ക് ഡേറ്റ് തന്നിട്ട് വേണ്ടേ.
ഒന്നും മിണ്ടിയിലാണ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടാണ് ഈ പടം ചെയ്യുന്നത്. ചെയ്ത് റിലീസായി അത് വലിയ ഗംഭീര സംഭവമൊക്കെ ആയിട്ട് മാറിയപ്പം ഒരു ദിവസം മമ്മൂക്കനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ വാക്ക് പോലെ ആയിപ്പോയി മമ്മൂക്ക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം അതിന് ശേഷം പിന്നെ ഞാൻ മിഷൻ 90 മമ്മൂക്കാൻ്റെ കൂടെയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എന്നെപ്പോലുള്ള ഡയറക്ടേഴ്സ്, ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ വരുന്ന ആളുകൾക്കുള്ളൊരു തോന്നൽ, നിങ്ങളെപ്പോലുള്ളൊരു ഈ പുതുമുഖങ്ങൾക്ക് ചാൻസ് തരുമോ എന്നുള്ളതാണ്. അതാണ് എൻ്റെ മനസ്സിനകത്തുണ്ടായിരുന്നത്. അത് ഈ പട്ടാള ലൊക്കേഷനിലാണ് നമുക്കത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിനകത്ത് നമുക്ക് പുതിയ ആൾക്കാർക്ക് ഡേറ്റ് കൊടുക്കുമോ എന്നുള്ളൊരു തോന്നൽ എനിക്ക് അവിടെ ഉണ്ട്. പക്ഷേ പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എത്രയോ പുതിയ ഡയറക്ടർമാരെ നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, അവർക്കൊക്കെ ചാൻസ് കൊടുത്തിട്ടുണ്ട്. സോ ഓരോ സിനിമയിലാണ് നമ്മളിങ്ങനെ പലതും കാണുന്നത്. അതിനുശേഷം ഈ പട്ടാളത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയുണ്ട് സംഭവം. പട്ടാളം കഴിഞ്ഞിട്ടാണ് പിന്നൊരു പട്ടാളപ്പടം ഇവിടെ വരുന്നത്. അത് കീർച്ചക്രയായിരുന്നു. അത് സൂപ്പർ ഡ്യൂപ്പറായി ഹിറ്റായി. പട്ടാളം ഡിഡ്ന്റ് ഡു വെൽ ബിക്കോസ് ഓഫ് സം, കാരണം അങ്ങനെയുള്ള കോമഡികളൊന്നും അത് ഒരു പട്ടാളക്കാരെ വെച്ച് ചെയ്തപ്പം അത് ആൾക്കാർക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അത് ഇതിപ്പുറത്ത് സീരിയസ് ആയിട്ടൊരു പടം ചെയ്തു. അപ്പം ലാൽ ജോസ് വരുന്നുണ്ട് കേട്ടോ. വരുമ്പോൾ ഈ 2 പടങ്ങൾ ലാൽ ജോസിൻ്റെ ഇതിനുണ്ട്, ദിലീപിൻ്റെ പടവും അതുപോലെ വേറൊരു പടം ഈ പട്ടാളവും. ഈ 2 പടത്തിലും ഞാൻ ഇൻവോൾവ് ആയിരുന്നു. പിന്നീട് ലാൽ ക്ലാസ്മേറ്റ്സിൻ്റെ സമയത്താൻ പറ്റിയാണെന്ന് തോന്നുന്നുണ്ട്, എവിടെ വെച്ച് കണ്ടപ്പം ഞാൻ വഴിമാറിപ്പോയി. കാരണം ഫസ്റ്റ് ഡേ റിലീസിൻ്റെ സമയത്തും പോയപ്പോൾ ലാൽ അത് നോട്ടീസ് ചെയ്തു. അതായത് എൻ്റെ അടുത്ത് പിന്നെ ഒരു പ്രാവശ്യം എവിടെയോ ഒരു സഹസ്രത് പറഞ്ഞ് 2 പടം മൂപ്പരും ഞാനും കൂടിയിട്ട് പെട്ടിയും കൊണ്ട് മദ്രാസിൽ നിന്ന് തിരിച്ച് ഇവിടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആ 2 പടം ഓടിയില്ല. 3ാമത്തെ പടം വരുന്ന സമയത്ത്, റിലീസിൻ്റെ സമയത്ത് ഇങ്ങനെ മുന്നിരിക്കുന്നു വന്നപ്പോൾ മൂപ്പർ വഴിമാറിയിട്ട് പോയി എന്ന് പറഞ്ഞു. കാരണം ഓബ്വിയസ്ലി ഞാനും വിചാരിച്ചു ഇനിയിപ്പോൾ ഞാനിനി ഇത് പെട്ടിയും കൊണ്ടുപോയിട്ടല്ല ആണ് ഈ പടം ഫ്ലോപ്പ് ആവുന്നു എന്നുള്ളത് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് മാറിപ്പോയി. അങ്ങനെ ചില അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് സിനിമയ്ക്കകത്ത്. അതിനുശേഷം അത് ലാലത് നോട്ടീസ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു, നിങ്ങളും ഇത് ഇങ്ങനെയൊക്കെ വിചാരിച്ചോ എന്നുള്ളത്. നമ്മൾ അല്ല ലാലു, ഒരുപക്ഷെ നമ്മൾ തമ്മിലുള്ള കോമ്പിനേഷൻ ചിലപ്പോൾ സിങ്കാവുന്നില്ല, അതുകൊണ്ടായിരിക്കും ആ പടം ഓടാതിരുന്നത്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു ബന്ധം ലാൽ ജോസും ഞാനുമായിട്ട് പട്ടാളത്തിൽ കൂടെ ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ കീർച്ചക്ര ചെയ്തപ്പം ലാൽ ഇങ്ങനെയുള്ള കഥയൊക്കെ വെച്ചിട്ടാണ് പിന്നെ നിങ്ങളെൻ്റെ അടുത്ത് ഒന്നും പറയാം. ഞാൻ പറഞ്ഞു അതെൻ്റെ പ്ലാനിങ് അല്ലായിരുന്നു, അതങ്ങനെ സംഭവിച്ചു പോയതാണ് കീർച്ചക്ര. ഞാനത് പുതിയ ആൾക്കാരെയൊക്കെ വെച്ച് പടം ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ അത് പിന്നീട് മോഹൻലാലിലേക്ക് എത്തി, ഇങ്ങനൊരു ഹിറ്റായിപ്പോയി. പിന്നെ ആ സിനിമയിൽ ആണ് ഞാൻ രാജുവായിട്ടും അധികം ഇടപഴകിയതും ഇന്ദ്രനായിട്ടും ഇടപഴകിയതും. നല്ല കുറേ ബന്ധങ്ങൾ അതിനകത്തും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആൻഡ് അവിടെയൊക്കെ ഞാൻ ഇപ്പോഴും ജോജോനെയൊക്കെ ഓർക്കുന്നു. ജോജോ അന്നൊക്കെ അവിടെ ഒരു പട്ടാളക്കാരനായിട്ട് വന്നിട്ട് അഭിനയിച്ചിട്ട് പോയിട്ടുള്ളൊരു വ്യക്തിയാണ്. പിന്നീട് ഇപ്പോൾ ഈ റീസെൻ്റ്ലി നോക്കിക്കഴിഞ്ഞാൽ ജോജോ ബിക്കം എ ബിഗ് ഹീറോ. സോ സിനിമ ഈസ് ലൈക്ക് ദിസ്. സിനിമയ്ക്ക് എന്ത് നാളെ നടക്കുമെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല.